ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ജെഇ പോലുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ളൊരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലെ ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറേ എക്സാംസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന രണ്ട് എക്സാമ്പിളാണ് ജെഇയുടെ എക്സാമും അതുപോലെ കീമിന്റെ എക്സാമും. അപ്പം മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ പേടി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബോർഡ് എക്സാമിനായാലും അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും മാത്സ് ഒരു മെയിൻ ഫാക്ടർ വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജെഇ മെയിൻ്റെ എക്സാമിന് ഫിസിക്സും കെമിസ്ട്രിയും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ പേഴ്സൻറ്റേജ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്തായി, മാത്സ് നിങ്ങൾ എത്ര ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. കാരണം ഫിസിക്സും കെമിസ്ട്രി എല്ലാവരും ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം മാത്സിൻ്റെ സ്കോറാണ് നിങ്ങളുടെ പേഴ്സൻറ്റേജിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ മാത്സ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ജെഇ എന്ന് പറഞ്ഞ ഒരു ലോ സ്കോറിംഗ് എക്സാം ആണ്. ലോ സ്കോറിംഗ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കണം, അതുപോലെ തന്നെ ചെയ്യുന്നത് ആക്യുറേറ്റും ആയിരിക്കണം. കീം എന്ന് പറഞ്ഞ എക്സാം എന്ന് പറയുന്നത് മാത്സിൽ 75 ചോദ്യങ്ങളാണുള്ളത്, ഫിസിക്സിൽ 45, കെമിസ്ട്രിയിൽ 30 ചോദ്യങ്ങളും. അപ്പൊ നമുക്കറിയാം മാത്സിനാണ് അവിടെ പ്രയോറിറ്റി കൂടുതൽ. അപ്പൊ ഈ 75 ചോദ്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റാങ്കിലേക്ക് നിങ്ങൾ എത്താൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് എക്സാമിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിക്കണം, അല്ലെ? പക്ഷെ രണ്ടിലും എന്താണ്, മാത്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റും? മാത്സ് ബുദ്ധിമുട്ടായതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്സിൽ ബേസിക്സ് ഇല്ലാത്തത് കൊണ്ടാണ്. സോ ബേസിക്സ് പഠിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആദ്യം നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, +1 നിങ്ങൾ പഠിച്ച മാത്സും +2 നിങ്ങൾ പഠിക്കുന്ന മാത്സും നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ചാപ്റ്റേഴ്സ് അവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്, ഇതേ ചാപ്റ്റർ നമുക്ക് +2 പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ട്രിഗ്നോമെട്രി നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്, 3 ഡയമെൻഷണൽ ജോമെട്രി പഠിക്കുന്നുണ്ട്. ദെൻ നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അപ്പൊ +2 ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്ട്രോങ് ആകണം എന്നുണ്ടെങ്കിൽ +1 ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിയെ പറ്റിയാണ്. നമ്മൾക്കറിയാം, ട്രിഗ്നോമെട്രി വളരെ പാടായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. പക്ഷേ ഇത്രയും പാടുള്ള ചാപ്റ്റർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ +2 മിക്ക ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റാതെ വരും. സോ നിങ്ങൾ മെയിനായിട്ട് എന്ത് ചെയ്യണം, ട്രിഗ്നോമെട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് മുഴുവനും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ബൈഹാർട്ട് ചെയ്യാന്നല്ല, അത് കാര്യം മനസ്സിലാക്കി ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +2 ഒട്ടുമിക്ക ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആവത്തുള്ളൂ. അതുപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്കറിയാം, മിക്ക ഫംഗ്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ +2 മിക്ക ചാപ്റ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫംഗ്ഷൻസിനെ പറ്റിയും അതിന്റെ ഗ്രാഫുകളെ പറ്റിയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഡെറിവേറ്റീവ്സ്, നിങ്ങൾ ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ട്, ഡെറിവേറ്റീവ്സ് നല്ലതായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് വരേണ്ട പ്രീവിയസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. കാൽക്കുലേഷൻ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തൽക്കാലം സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് അപ് ടു 50 വരെയും ക്യൂബ്സ് ഓഫ് നമ്പർ അപ് ടു 20 വരെയും നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പവേഴ്സ് 2⁻3, 2⁻4, 2⁻5, അങ്ങനെ നിങ്ങൾ 2⁻10 വരെയുള്ള പവേഴ്സ്, 3ന്റെയും 10 വരെയുള്ള പവേഴ്സ്, അങ്ങനെ 4ന്റെയും 5ന്റെയും അപ് ടു 5 വരെയുള്ള പവേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇനി നിങ്ങൾക്ക് വരേണ്ടത് നമ്മുടെ സൊല്യൂഷൻ ഓഫ് ഇൻഇക്വാളിറ്റി ആണ്. ഇൻഇക്വാളിറ്റിന്റെ ബേസിക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ മാത്സിന്റെ കുറച്ച് ബേസിക്സ് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും. അതുപോലെ ഡെസിമൽ നമ്പേഴ്സിന്റെ അഡിഷന്, സബ്ട്രാക്ഷൻ വരുന്ന കേസുകൾ, ഇതൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രാക്ഷൻസ്, ഇതൊക്കെ ബേസിക്സ് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഹയർ ലെവലിൽ ഈ ചാപ്റ്ററിന്റെ സൊല്യൂഷൻസ് എഴുതുന്ന സമയത്ത് ഡൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് മാത്സ് പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജെഇ അല്ലെങ്കിൽ കീം പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്രാക്ക് ചെയ്ത് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ അതിപ്പം മുതൽ ചെയ്ത് ശീലിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, മാത്സിനകത്ത് കുറെ ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ബുക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, ട്രിഗ്നോമെട്രി പഠിക്കാനാണ് നമ്മൾ ഏറ്റവും ഒരു യൂസ്ഫുൾ വേ എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റിക്കി നോട്ടിൽ ഒട്ടിച്ചു വെക്കുക. അത് റെഗുലറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ട് പോവുക. അപ്പോഴേ നമ്മളിത് മനസ്സിൽ പതിയുള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇതേപോലെയുള്ള ഓരോരോ ടിപ്പുകൾ നിങ്ങളെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതിന് ഈ ചാനൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ആവശ്യകതയാണ്. സോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.